വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരിയുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതിനുവേണ്ടി ഞാനും എൻ്റെ ഈ ഫ്രണ്ടും കൂടെ അങ്ങോട്ട് പോവുകയാണ്. വണ്ടി ഓടിക്കാനുള്ള മടി കാരണം ഞാൻ അവൻ്റെ കൂടെയാണ് പോയത്. ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തിരിച്ചു വരാമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവൾക്ക് ഈ മസാജ് ചെയറുണ്ട്, അപ്പം അതിൽ പോയി ഇരിക്കാനായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം. ആൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയറിനുള്ള അടിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയി അവിടെ മസാജ് ചെയറിലൊക്കെ ഇരുന്നു, എൻജോയ് ചെയ്തു. ഓൾസോ നേരത്തെ പോകാൻ വേറെ റീസണും ഉണ്ട്. ഇവിടെ പൊതുവെ ഒരു പറച്ചിലുണ്ട്, ഇന്ത്യൻസിനെ ഏതെങ്കിലും പാർട്ടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ 1 മണിക്കൂർ ലേറ്റായിട്ട്, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കീപ്പ് ചെയ്തിട്ടേ വരത്തുള്ളെന്ന്. അത് എനിക്കറിയാവുന്നത് കൊണ്ടും ഇന്ത്യൻസിന് ഒരു നാണക്കേട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടുമാണ് ഞാൻ നേരത്തെ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കിയത്. ഈ ഫിലിപ്പീൻസിനും ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം, അവർ 2 മണിക്കൂർ ലേറ്റായിട്ടേ വരത്തുള്ളൂ. പിന്നെ ഈ ഫുഡൊക്കെ കണ്ടോ, ഈ ഫുഡെല്ലാം ഇവരുടെ വീട്ടിലുണ്ടാക്കിയതാണ് ഫ്രം സ്ക്രാച്ച്, എക്സെപ്റ്റ് ഫോർ ദാറ്റ് കേക്ക് കേട്ടോ. എല്ലാം വീട്ടിലുണ്ടാക്കിയതാണ്. അതും ഫിലിപ്പീൻസിൻ്റെ ഒരു കൾച്ചറാണ്. ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അവർ കണ്ടമാനം ഫുഡ് ഉണ്ടാക്കുക, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാക്കുക. ഏതായാലും നമുക്ക് നല്ല കോളായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് ഫുഡ് കോമയിലായെന്ന് വേണമെങ്കിൽ പറയാം. Oh my god. Yeah, so you have to try that everything. We're gonna try everything. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും അവനും കൂടെ എന്തോ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുവാന്ന്. പക്ഷേ അതൊന്നുമല്ല ഗൈസ്. ഫുഡ് എപ്പോഴാണ് സെർവ് ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ മെയിൻ ഡിസ്കഷൻ. ഞങ്ങൾ 1 മണിക്കൂർ നേരത്തെ വന്നല്ലോ. 1 മണിക്കൂർ നേരത്തെ വരിക മാത്രമല്ല, ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് കുടൽ കടന്ന് തിത്തൈ തകതൈ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഈ ഫ്രണ്ടിന് ഫിലിപ്പിനോ ലാംഗ്വേജ് അറിയാം, ബിക്കോസ് അവന് ഹാഫ് ഫിലിപ്പിനോ ആണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇവിടെയുള്ള ഗസ്റ്റ് ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ അപ്പോൾ തന്നെ എന്നോട് പറയണം കേട്ടോ എന്ന്. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല, ബിക്കോസ് അവരെല്ലാം ബിസി ആയിരുന്നു ഫുഡൊക്കെ റെഡി ആക്കുന്നതിൻ്റെ. നല്ല തണുപ്പും വിൻഡിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എന്നാലും അവരെല്ലാം വെളിയിലാണ് സെറ്റ് ചെയ്തത്, ജസ്റ്റ് ബിക്കോസ് ഉള്ളിലെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും എല്ലാം അടിപൊളിയായി കേട്ടോ. പിന്നെ ഈ സാധനം നിങ്ങൾ കണ്ടോ, ഈ റെഡ് സാധനം, റെഡ് വിത്ത് വൈറ്റ് ടോപ്പ്, അത് ഹോട്ട് ഡോഗ് വിത്ത് മാഷ്മെലോസ് ആണ്. അത് ഈ ഫിലിപ്പിനോക്കാരുടെ ഒരു ട്രഡീഷനാണ്, ബർത്ത്ഡേക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമെന്ന്. അത് നമുക്ക് കഴിക്കാം കേട്ടോ. ഈ പുള്ളിക്കാരുടെ ബാക്ക് യാർഡ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഉള്ളിലോട്ടുമാണ് ഈ വീട്. സോ അതുകൊണ്ട് ഒത്തിരി ഓടി കളിച്ച് നടക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. Check what's in there. സത്യം പറഞ്ഞാൽ അത് അവൻ്റെ ഇൻഹെയിലറോ മറ്റോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. മരുന്ന് ഒരു ഉടുപ്പിൻ്റെ സ്ലീവിൻ്റെ പോക്കറ്റിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. നിങ്ങളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് പോയി കണ്ടോ. Happy birthday, Zoe. Happy birthday to you. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയും ഫുഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓൺ ദ വേ ബാക്കാണ്. റിയയ്ക്ക് ഇന്ന് പാർട്ടിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് റിയയ്ക്കുള്ള ഫുഡും പാക്ക് ചെയ്ത് ഞാൻ റിയയോട് പറഞ്ഞു, ഞാൻ ആ വഴി വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് റിയ പറയുന്നത്, റിയ ഹാനഫേർഡിലാണ്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചേച്ചു പോകാമെന്ന്. എന്നാൽ പിന്നെ ആട്ടെന്ന് വിചാരിച്ചു. എപ്പം ഞങ്ങൾ ഇതുപോലെ കടയിൽ പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഈ ഒരു ബേക്കറി സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഈ കേക്കുകളെല്ലാം ഒന്ന് നോക്കുകയും തൊട്ട് നോക്കുക, തലോടുക, വായിച്ച് നോക്കുക, ഇതൊക്കെയുണ്ട്. പക്ഷേ എടുക്കത്തില്ല, ജസ്റ്റ് ബിക്കോസ് നമുക്ക് വയസ്സും പ്രായമായതുകൊണ്ട് ഞങ്ങൾ ഈ മധുരങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ എന്നാലും അവിടെയൊക്കെ പോയി ഈ കേക്കുകളൊക്കെ ഒന്ന് നോക്കി ഒരു സ്പർശന സുഖവും ഒരു ദർശന സുഖവും ഒക്കെ കിട്ടിയിട്ട് അതെല്ലാം അവിടെ വെച്ചേച്ച് ഞങ്ങൾ ഞങ്ങളുടെ പാടും നോക്കി പോകും. പിന്നെ കണ്ണിനൊരു കുളിർമയല്ലേ. എടുക്കരുതെന്നാ അപ്പൊ പറയുന്നത്. ആര് പറഞ്ഞു? ഞാനെന്തൊക്കെ പറയുന്നതല്ല. അത് ശരിയാ. ഞാൻ ഈ എടുക്കലെന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ, ഈ പൊട്ടറ്റോസിലൊക്കെ ഈ ഗ്രീൻ കളർ ഉണ്ടെങ്കിലേ അത് ഉപയോഗിക്കലെന്നൊക്കെ പറയത്തില്ലേ. അതിൻ്റെ സയൻറ്റിഫിക് റീസണൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എടുക്കില്ലെന്ന്, അതിനാണ്. പിന്നെ ഞങ്ങളുടെ ഹാനഫേർഡിലെ ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്, ഈ പൂക്കളുടെ സെക്ഷന്. അവിടെ പോയി ഇങ്ങനെ പൂക്കളെ ഇങ്ങനെ വായി നോക്കി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ചെടി പൂ നോക്കി മണത്ത് നോക്കി അങ്ങനെ കുറച്ച് സമയം അവിടെ കൊല്ലും കേട്ടോ. മേടിക്കത്തൊന്നുമില്ല, എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പൂക്കളൊക്കെ മേടിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ പോയി ഒരു കണ്ണിനൊരു കുളിർമയും ഒരു സ്പർശന സുഖവും ദർശന സുഖവും അവിടെയും കിട്ടിയിട്ട് എല്ലാം അവിടെ തന്നെ വെച്ചേച്ച് ഞങ്ങളിങ്ങ് പോരും. മണമുണ്ട് ഇവിടെ, ഒരു നല്ല മണം കിട്ടുന്നുണ്ടല്ലോ. ഏതിനാണ്? ഇതിനായിരിക്കും, ഈ വെള്ളയ്ക്കാണോ?
നാളെ ഗിരി ആ നാളെ വിരിയുന്ന കാണാൻ വന്നാലോ നമുക്കൊന്നൂടെ. ഇന്നെടുത്താലോ? യം. ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് Okay. 140 കാലറി ഉണ്ട്. ഷുഗറോ? 8 34 gram. മറ്റേ മൈറ്റി മാംഗോനേക്കാളിലും കുറവാ. ആ ഇതാണ് ഇവിടെ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എല്ലാത്തിലും എന്തെങ്കിലും ഹിഡൻ ഷുഗേഴ്സ് കാണും. അതെല്ലാം നോക്കി കാലറിയും എല്ലാം കൂടെ സെറ്റായി ഒരു സാധനം മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോജക്റ്റാണ്. അതും നമുക്ക് ഇഷ്ടം പോലെ സമയം വേണം ഇങ്ങനെ നോക്കിയെടുക്കണമെങ്കിൽ. ഇപ്പം വെജിറ്റബിളും അതും ഇതുമൊക്കെ എടുക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ പാക്ഡ് സാധനങ്ങൾ മേടിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും ഒത്തിരി സമയം വേണം. പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കുറച്ച് ലീനിയൻ്റ് ആകും കേട്ടോ, കാരണം എപ്പോഴും നമ്മളങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിനകത്ത് എന്തോ സമോസ, പൊട്ടാറ്റോ ആൻഡ് പീ. ഓ ഓക്കെ. ബട്ടർ ചിക്കൻ എന്തോ അത്? ബട്ടർ ചിക്കൻ ഓ ബട്ടർ ചിക്കനും റൈസും അത്. ആഹാ, ചിക്കൻ ടിക്ക മസാല, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. എല്ലാം എവിടെ ചിക്കൻ ബിരിയാണി? ഓ ചിക്കൻ ബിരിയാണി. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇന്ന് വളരെ ക്വിക്കായിരുന്നു കേട്ടോ, കാരണം പ്ലാൻഡ് അല്ലായിരുന്നല്ലോ, ചുമ്മാ സമയം കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോയതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷോപ്പ് ചെയ്യേണ്ട ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ ലിസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തുമായിരുന്നു സത്യമായിട്ട് മേടിക്കേണ്ടതെന്ന്. പക്ഷേ എന്തിനേറെ പറയുന്നു, അവിടെ ചെന്നൊരു കാർട്ട് സാധനമായിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഞാൻ വിചാരിക്കുമായിരുന്നു 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൻ്റെ വളരെ ഫ്യൂ മൊമെൻറ്റ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത്. അതും ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് മാത്രം. സോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ ഞങ്ങളുടെ ലൈഫിൽ സ്ട്രെസ്സൊന്നും ഇല്ലയെന്നൊന്നും വിചാരിക്കല്ലേ. ഇത് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് മാത്രമാണ് ഷെയർ ചെയ്തേക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓർ മെസ്സേജ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ ബൈ.